എന്തെന്തിനാട്ടാ ട്രാഫിക്കിലെ പണി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എന്നെ കൊണ്ട് വയ്യ സാറേ നാട്ടുകാരെ തല്ലുകൊള്ളാൻ. എന്നൊക്കെ ട്രാഫിക്കിൽ നിന്നിട്ടുണ്ടോ അന്നൊക്കെ തല്ലുറപ്പാ. ഞാൻ ഈ പണി നിർത്തി പോവാ. ട്രാഫിക്കിൽ നിൽക്കണ പോലീസുകാരനെ തല്ലേ? ആരാടാ? ആ റിട്ടയർഡ് DYSP സാറിന്റെ മരുമകനാ. അവന്റെ കാറ് വിടാൻ ലേറ്റ് ആയി പോയെന്നും പറഞ്ഞ അടി. കൊമ്പത്തുള്ളവന്മാരായതുകൊണ്ട് കൊള്ളാനല്ലേ പറ്റൂ. കൊടുത്താൽ എന്താ? ഇപ്പൊ എവിടെ ഉണ്ടോ മരുമോൻ? എന്തിനേട്ടാ ലൊക്കേഷൻ ഇത് തന്നെയല്ലേ? ലൊക്കേഷൻ മാറിയ വകുപ്പ് നാറുവേ. സ്വാമിയേ ശരണ വയ്യപ്പാ. ലൈറ്റപ്പും സെറ്റപ്പും കണ്ടിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടിച്ചവനെ തിരിച്ചടിക്കാനും വീണുകൊടുത്ത് എനിക്കാനും ആരും സമ്മതം വേണ്ട. അവനവനും ആരോഗ്യം ഉണ്ടായാ മതി. ആരോഗ്യം ഉണ്ടായാ മതി. പക്ഷെ എനിക്കതില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇങ്ങോട്ട് വന്നവൻ അങ്ങോട്ട് പോയാ പിന്നെ ഇങ്ങോട്ട് ആര് പോകും? ചിക്കൻ ഫ്രൈ മണക്കുന്നുണ്ടോന്നൊരു സംശയം. ഈ കൂട്ടത്തിൽ ഏതാ അഞ്ചരേട്ടനെ കൈകാര്യം ചെയ്താ മോൻ? അച്ചായന്റെ ബ്രാൻഡ് തന്നെ. ആ പച്ച ഷർട്ടിട്ട പെട്ട തലേന. ഇന്ദിരേട്ട ഇവിടെ നിന്നാ മതി. ഞങ്ങളൊക്കെ ഒന്ന് പോയി പരിചയപ്പെട്ടിട്ട് വിളിക്കാം. സമേ ശരണയ്യപ്പ. സോറി മരുമോൻ ചേട്ടാ, ഞങ്ങളൊരല്പം താമസിച്ചു പോയി. താമസിക്കാൻ നിങ്ങളൊക്കെ ആരാ? ആരാന്നോ? ഇത് നല്ല കഥ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ബാറ് മാറി കുടിച്ചാലും ബ്രാൻഡ് മാറി കുടിക്കരുത്. എന്റെ ബ്രാൻഡ് തീരുമാനിക്കാൻ നീ ആരാ? വേണ്ട. ഈ വൈകിയ വേളയിൽ ഇതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട. നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആ സ്ഥിതിക്ക് അമ്മായിപ്പിനുള്ള സമ്മാനം ഈ മരുമോൻ സാറിന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം അല്ലേ സാറേ? ഇന്ദിരേട്ടാ സകല ദൈവങ്ങളും ധ്യാനിച്ച് സാറിന്റെ പിഞ്ഞാണി ഞരമ്പ് വയ്ക്കാൻ സമ്മാനം കൊടുത്തേക്ക്. തെറ്റല്ലേ പിഞ്ഞാണി? എടാ മരുമോനെ, നിന്റെ അമ്മായിപ്പ റിട്ടയർഡ് DYSP സാറ് കൈക്കൂലി വാങ്ങി കരിഞ്ചന്തം നടത്തി ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്ന് പെമ്പറനോത്തിയുടെ വക വിഹിതം പറ്റി ശരീരത്തിന്റെ സകല ജംഗ്ഷനിൽ കൊളസ്ട്രോൾ കിടന്ന് തിളക്കണ്ടെങ്കിലേ ആ തിളപ്പ് മാറ്റം പോലീസിന്റെ മെക്കെട്ട് കയറേണ്ടില്ല. ഇത്രയും നേരം ഇവിടെ നിന്ന് മോന്തിയ കള്ളു മുഴുവൻ ഈ കൊച്ചമ്മമാരുടെയും കൊച്ചേട്ടന്മാരുടെ മുമ്പിൽ കുനിച്ചിരുത്തി കൂമ്പരടിച്ച് മുള്ളിക്കാൻ. എടാ മോനെ, സ്വന്തം മഞ്ചയ്ക്ക് വിശ്രമിക്കാൻ നിൽക്കല്ലേ. എന്താ ഇത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേണം പെങ്ങളെ, ഇവന് പെങ്ങളറിയാത്ത ഒരു എല്ല് കൂടുതലുണ്ട്. ഇപ്പൊ ശരിയായല്ലോ. നീ ട്രാഫിക് ജംഗ്ഷനിൽ വെച്ച് ഇവനൊന്ന് കൊട്ടി, അതിന് പകരമായിട്ട് ഈ ഫംഗ്ഷനിൽ വെച്ച് ഇവൻ നിന്നൊന്ന് തിരിച്ചു കൊട്ടി. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയണ പോലെ ഇത് കേരള പോലീസിന്റെ പുതിയൊരു അടവ് നയ. ജംഗ്ഷനിൽ തോറ്റ ഫംഗ്ഷനിൽ വെച്ച് തീർക്കാം. പൂവല്ലേ? വരട്ടെ അയ്യപ്പ. ഞാൻ പുറകേന്ന് വിളിക്കണം. DYSP പരമേശ്വരന്റെ മരുമാന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യമുള്ള ഏത് തന്തയ്ക്ക് പറഞ്ഞ പോലീസാണോ നീയൊക്കെ? തന്തയ്ക്ക് പറഞ്ഞ പോലീസ് തന്നെയാ പരമേശ്വരൻ സാറേ. എന്താ വരാൻ നേരം വൈകിയേ? ഷഷ്ടി പൂർത്തി ആയതുകൊണ്ട് ശരിക്കും കയറ്റിണ്ടാവല്ലേ? ഈ നാട്ടിൽ വന്ന് ചാർജ് എടുത്തപ്പോ തന്നെ ഏമാന വന്ന് കണ്ടൊന്ന് പരിചയം പുതുക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാ. പണ്ടൊക്കെ ഈശ്വരൻ പിന്നെ ആയിരുന്നു. ഇപ്പൊ സ്പോട്ടിലാ ഡെലിവറി. ATM കാരന്റെ കാല എപ്പ കുത്തിയോ അപ്പ കിട്ടും. അതുകൊണ്ടായിരിക്കും നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് ഈ മരുമോൻ ഗുണപ്പനൊരു ക്ലൂ ആയത്. എന്താ ഉണ്ടക്കണ്ണ് വീർപ്പിച്ചിങ്ങനെ നോക്കണേ? ഓർമ്മയില്ലേ ഈ മുഖം? മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിക്കാം. ഞാൻ ജോൺസൺ, ഗുണ്ടാ പത്രോസിന്റെ മകൻ ജോൺസൺ. എന്തായിരുന്നു ആവേശം! അപ്പനെ പോലെ നാളെ ഈ മകനും ഗുണ്ടായിസിന് ഇറങ്ങിയ സാറുമാർക്ക് പണി കൂടുന്നും പറഞ്ഞ് അതങ്ങ് മുളയിലെ നുള്ളിക്കളയാൻ രാപ്പകലില്ലാതെ ഒരുപാട് മെനക്കെട്ടുണ്ട് സാർ ഈ ശരീരത്തില്. തൊലിപ്പുറമെ കറുപ്പായതുകൊണ്ടാ അടയാളം പുറത്ത് കാണാത്തത്. പക്ഷെ അകത്തുണ്ട്, നല്ല ആഴത്തിൽ കരുവളിച്ച് കിടപ്പുണ്ട്. ഇല്ല സാറേ, ഒരുത്തനൊരു അടി അനങ്ങൂല്ല. അതിന് മാത്രം ആംബിയറുള്ള ആൺകുട്ടികൾ ഈ കൂട്ടത്തിലില്ല. അത് കാലം വേറെ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ പോലുള്ള പോലീസുകാർക്ക് പണി കൂടും. സാർ അന്ന് പറഞ്ഞ ആ പണി. എന്തായാലും ഇത്രത്തോളത്തെ സ്ഥിതിക്ക് ഇവിടെ വെച്ചൊരു കർമ്മം കൂടി അങ്ങോട്ട് നിർവഹിക്കുക ജോൺസൺ. നാളെ ചത്തുമലച്ച് കിടക്കുമ്പോ ആചാരവെടിക്കൊപ്പം അലങ്കാരമായിട്ട് തരാൻ ബാക്കി വെച്ചൊരു സെലൂട്ട് അത് ഇവിടെ വെച്ച് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് തരിക. സാമിയെ ആ ടിക്കറ്റ് ഒരു സെലൂട്ട്. റിട്ടയർഡ് DYSP പരമനാറി സാറേ. ഓട്ടടാ മരുമോനെ. ഈ കറമ്പനാളൊരു കുറുമ്പനാ. മേ കമിൻ സാർ? കേറി വാടോ.
എങ്ങനെയുണ്ടോ തന്റെ മുത്തങ്ങാക്കുഴിയിലെ ജീവിതം? ആ, ഒരു സുഖമുണ്ട് സാർ. ഗുഡ്. എന്താടോ ഇത്? കുറെ വളയും മാലയും മോതിരവും ഒരുമാതിരി സിനിമ സ്റ്റൈലില്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതായത് BC 4-ാം നൂറ്റാണ്ടിലോ മറ്റോ ഏതോ ഒരു മഹാൻ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ ഏതോ ഒരു മണ്ണാത്തിപ്പാറയുടെ മുകളിൽ ചമ്രം പടിഞ്ഞിരുന്നു എന്നും പറഞ്ഞ് ആ മഹാചന്തിയുടെ അടയാളം മാന്തിയെടുക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പുരാവസ്തു ഗവേഷകർ മലകയറി ചെന്ന് മാന്തിയപ്പോൾ കിട്ടിയത് പൈപ്പ് ബോംബ്. കൂനിന്മേൽ കുരുകണക്കെ അതിലേക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ടും. അയൽ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റം. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറിനകം 100 കണക്കിന് ഹൈലി എക്സ്പ്ലോസീവ് വെപ്പൺസ് ആണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാന്തിയെടുത്തത്. കരുദിനാചരണത്തിന്റെ ഭാഗമായിരിക്കുമല്ലേ സാർ? അതേടോ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളിൽ നിന്നും 3 അക്ഷരം വീതം പെറുക്കിയെടുത്തുണ്ടാക്കുന്ന സന്നദ്ധ സൈന്യങ്ങളുടെ സായുധ വിപ്ലവം. ഇവന്മാരുടെ തീവ്രവാദ രാഷ്ട്രീയമൊക്കെ സാറ് വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അതിലേക്കാടോ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടി ആയപ്പോ നമ്മുടെ മുഖ്യന് സ്വവസ്ഥിതിയിൽ ഇരിക്കപ്പുറതിയില്ലെന്നായി. അപ്പോ തൊപ്പി വെച്ച സകല തലതൊട്ടപ്പന്മാരെയും വിളിയോട് വിളി. അക്കൂട്ടത്തിൽ ഞാനും പോയിരുന്നു ക്ലിഫ് ഹൗസിലെ ഹൈ ലെവൽ കോൺഫറൻസിന്. ഞാൻ തൻ്റെ ഒരു പ്രൊമോട്ടറാണെന്ന് മുഖ്യൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഈ സാധനം നിനക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചത്. കാര്യം പൊളിറ്റിക്സ് ആണെങ്കിലും ഈ ഓർഡർ വായിച്ചു നോക്കിയപ്പോൾ നിനക്കിതൊരു ത്രില്ലായിരിക്കുമെന്ന് എനിക്കും തോന്നി. ഇതെന്താണ് സാർ? മറ്റൊന്നുമല്ല, നിന്റെ അമ്മയുടെ തറവാട്ടുകാർ നടത്തുന്ന ഉത്സവത്തിന്റെ മറവിൽ കാശുണ്ടാക്കാൻ വേണ്ടി അവരുടെ തന്നെ ഹോട്ടലുകളും ഡിസ്റ്റിലറികളും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു. നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളുന്ന കൊമ്പനെ കണ്ട് മതിമറന്ന് ശയനമുറിയിലേക്ക് എത്തുന്ന സായിപ്പിന് അന്തി ഉറങ്ങാൻ കൂട്ടിന് ചില നാടൻ ഐറ്റംസ് പെണ്ണിന്റെ രൂപത്തിലും അല്ലാതെയും അവർ തന്നെ എത്തിച്ചു കൊടുക്കുന്നു. പുലരാങ്കാലത്തെ വെടിക്കെട്ടിന് ഹരം പകരാൻ നാട്ടിലെ പാവങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫോറിൻ ലേബൽ ഒട്ടിച്ച വ്യാജൻ. കഴിഞ്ഞ വർഷം ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരു 5-6 കണ്ണും കാതും ഒക്കെ പോയതാ. അത് ഈ വർഷവും ആവർത്തിക്കാതിരിക്കാൻ 1 മുഴം മുമ്പേ നീട്ടിയെറിയുക. ആവശ്യമുള്ള ഫോഴ്സിനെ ഞാൻ തരാം. സാർ ഉദ്ദേശിക്കുന്നത്? യെസ്, എ വെൽ പ്ലാൻഡ് റെയ്ഡ്. എല്ലാരും സ്റ്റഡി ആയിക്കോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒന്ന് വേഗം കയറൂ. ദിനേശേട്ടാ, ആ രജിസ്റ്റർ ചെക്ക് ചെയ്യാം. സാർ, നിങ്ങളെല്ലാവരും അവിടുത്തെ റൂമിൽ വെക്കുക. അമീൻ, രജിസ്റ്റർ എടുക്കും. ഇതിന് വലിയ കൊമ്പത്തുള്ള ഏമന്മാരെ എനിക്കറിയാം. എന്താ നാരകുണ്ടിയാട്ടെ ഈ പെങ്ങളുടെ പ്രശ്നം? മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ മുറി കയറി വന്ന് പോക്കത്തിനും കാണിച്ചിട്ട് എന്താ പ്രശ്നമെന്നോ? നമസ്കാരം. സോറി മാഡം, നടന്നുകൊണ്ടിരുന്ന കലാപരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. നിങ്ങളൊക്കെ വെറും പീറ പോലീസാ. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. അയ്യോ, അറിയില്ല എന്ന് പറയരുത് മാഡം. പക്ഷെ മേഡം ആരാണെന്ന് പച്ചയ്ക്ക് പറയാൻ വിഷമമുള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ക്ലൂ തരാം. സാമിയേ, എന്തോ ഇപ്പൊ എന്തിനേതിനൊരു ക്ലൂ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ മേഡം ആരാണെന്നുള്ളൊരു ക്ലൂ കൊടുക്കല്ലേ? കൊടുക്കാലോ. അതാണ് നീ പടക്കം നിന്ന് ചലിക്കാണ്ട് വണ്ടി കയറി കൂതറ.